എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇഷ്ടംപോലെ ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ വെക്കുന്ന രീതിയിലുള്ള ഒരു ചക്ക എലിശ്ശേരി നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്താമെന്ന്. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചക്ക ഉരിയാനാണ് കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും അത് കഴിഞ്ഞാൽ എല്ലാ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ചക്ക എലിശ്ശേരി വെക്കുന്നത് കുറച്ച് അധികം കുരുവിടില്ല. ചുള നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുരു ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കട്ടിയുള്ള സാധനമൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടല്ല ഇടുന്നത്. ഇങ്ങനെ ഒന്ന് നമ്മൾ കുനിച്ചിടാറ് എന്നൊക്കെ പറയാറില്ലേ, കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ച് അങ്ങനെയാണ് കുരു ഇടുന്നത്. അല്ലാതെ കത്തി കൊണ്ട് കൈ വെച്ചിട്ടല്ല ഇടുന്നത്. എന്തോ പഴയ രീതിയിലുള്ള ആൾക്കാരൊക്കെ ചെയ്ത് കണ്ടതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഇടുന്നത്. ആ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ പൊട്ടിയിട്ടുള്ള ആ ഒരു കുരുവിൻ്റെയൊക്കെ രുചി എന്ന് പറയുന്നത്. അപ്പം അധികം കുരു ഇട്ട് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണില്ല. അപ്പം ഞാൻ കൂടുതലും ഓരോരാൾക്ക് ഓരോരോ ടേസ്റ്റ് അല്ലേ, ചിലവർ അധികം കുരു ഇടും, ചിലവർ അധികം ചുളയിടും. അപ്പം ഞാൻ കൂടുതലും ചുളയാണ് ഇടുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട്, നന്നായിട്ട് വെള്ളം ഒഴിക്കില്ല, ഒരു അതിൻ്റെ അരഭാഗം നമ്മളൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും. ആ വേവിച്ച് വെന്തതിന് ശേഷം ഇതിലാകെ ചേർക്കുന്നത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. കുറച്ച് ഒരു അരമുറിയോ ഒരു മുറിയോ തേങ്ങയും അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇത് മൂന്നും നന്നായിട്ട് ചതച്ചിട്ട് അങ്ങ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. നമ്മുടെ കുരുവും അതുപോലെ ചക്കച്ചോളയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് ഉടയാൻ വേണ്ടിയിട്ടാണ്. ഈ വെന്ത് ഉടയണം കേട്ടോ എരിശ്ശേരി എന്ന് പറയുമ്പോൾ. എൻ്റെ ഫേവറേറ്റാണ് ചക്ക എരിശ്ശേരി. ഞാൻ ഏകദേശം ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ആകെ ഇതിൽ ചേർക്കുന്നത് പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമാണ്. പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ഇതിൻ്റെ കൂടെയും ഇടാം. പിന്നെ നമ്മൾ എണ്ണയിലൊക്കെ വറുത്തിട്ട് ഇടുമ്പോഴും അതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് ശേഷം എന്ന് വെച്ചാൽ കുരുമുളക് നന്നായിട്ട് പൊടിച്ചതല്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്രഷ് ചെയ്തതിന് പ്രത്യേക ഒരു സ്മെല്ലാണ്. നമ്മൾ കഴിക്കുമ്പോഴും നമുക്ക് വായിൽ ചെറുതായിട്ട് തരിതരിപ്പായിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. പൊടിയാകുമ്പോഴുണ്ടല്ലോ ആ ഒരു സ്മെല്ല്, ചെറിയൊരു സ്മെല്ല് മാത്രമേ കാണില്ല, അധികം സ്മെല്ല് കാണില്ല. നമുക്ക് കുരുമുളക് ഇട്ടു എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ എരിശ്ശേരിയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളകാണ്. നന്നായിട്ട് ഇടണം കുരുമുളക്. എത്ര വേണമെങ്കിലും ബുദ്ധിമുട്ടും വയറിന് നല്ലതല്ലേ. അപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് എത്രയും ഇടാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നന്നായിട്ട് വെളിച്ചെണ്ണയിലാണ് ഇതൊക്കെ വറുത്തിടുന്നത്. വെളിച്ചെണ്ണയിൽ പിന്നെ ചിലവർ ഉഴുന്നൊക്കെ വറുത്തിടാറുണ്ട്. എനിക്ക് ഉഴുന്ന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഉഴുന്ന് വറുത്തിടുന്നില്ല. തേങ്ങയാണ് കേട്ടോ ഞാൻ വറുത്തിടുന്നത്. ഉഴുന്ന്, തേങ്ങ, കറിവേപ്പില, ഉണക്കമുളക്, ഇതൊക്കെ നമുക്ക് ഇടാം. അതിൻ്റെ കൂടെ കടുകും പൊട്ടിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമുളക് ഇല്ലാത്തതുകൊണ്ട് ഉണക്കമുളക് ഇടുന്നില്ല. അതുപോലെ തന്നെ കുറച്ചധികം തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് അതും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നല്ലൊരു കരിയ ആ ഒരു സ്മെല്ലില്ല എങ്കിലും ആ ഒരു കളറ് വരുന്ന രീതിയിൽ വഴറ്റിയിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2-3 അല്ലി നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ കറിവേപ്പില ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ വൈകുന്നേരം നമുക്കൊരു സ്നാക്സ് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ എരിശ്ശേരി പറയുന്നത്. എരിശ്ശേരി ഇഷ്ടമല്ലാത്തവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചക്ക അരിയാനാണ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്, ഉണ്ടാക്കി കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു മഴക്കാലത്ത്.